ഈ പ്രപഞ്ചത്തിൻ്റെ കുണ്ടലിനിയാണ് മൂകാംബിക. ആ പ്രദേശത്ത് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആനന്ദത്തിൻ്റെ തലങ്ങൾ, നമ്മൾ വിചാരിക്കുന്നതൊക്കെ സാധിക്കും. ഇപ്പോൾ ഡിസംബർ 26 രാവിലെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ട് കന്യാകുമാരിയിൽ അവിടെ കടലിൻ്റെ തീരത്ത് നിന്ന് ആദ്യത്തെ എപ്പിസോഡിൻ്റെ ആങ്കറും വെച്ചെടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് കന്യാകുമാരിയിലേക്ക് പോകാനായിട്ട് യാത്ര പുറപ്പെട്ടില്ല, തലേ ദിവസം തീരുമാനിക്കണം. ഈ തലേ ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ സാറ് വിളിച്ചു പറയാണ്. ആ സമയത്ത് ഞങ്ങൾ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഫോൺ ഓൺ ചെയ്യുമ്പോൾ മഹാദുരന്തം കന്യാകുമാരിയിൽ സുനാമി വന്നിട്ട് 2004 ഡിസംബർ 26 ഞങ്ങൾ അവിടെ നിൽക്കേണ്ടതാണ്. സ്വാഭാവികമായും കടലിൽ പുറകിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു ആകാംക്ഷയായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ അന്നേ അത് അവിടെ അവസാനിക്കേണ്ട യാത്രയാണ്. പക്ഷെ അന്ന് ഇതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ വിളിക്കുകയും ഇവിടേക്ക് വരികയും ചെയ്തിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലും അറിയില്ല. പിന്നീട് പിന്നെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. മൂകാംബികയിലെ ആ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ആ ജ്യോതിർലിംഗത്തിന്റെ പകുതി, അതിലൊരു ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതുമാണ്. ആ വലിയ ഭാഗത്തിലാണ് അമ്മ പ്രപഞ്ചമാതാവായിട്ട് അല്ലെങ്കിൽ പരാശക്തിയായിട്ട് ഇരിക്കുന്നത്. ഇപ്പുറത്തുള്ള ചെറിയ ഭാഗത്തിലാണ് ഈ പ്രപഞ്ചവും പിന്നെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഈ 33 ഈശ്വരന്മാരെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരും നമ്മളൊക്കെയും, ഞാനും രാഹുൽ ഉൾപ്പെടെ എല്ലാവരുടെയും ഊർജ്ജം നിൽക്കുന്ന ആ ചെറിയ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താഗ്രഹിച്ചാലും സാധിക്കുന്നൊരു, അതുകൊണ്ട് തന്നെ നമുക്ക് വേർതിരിവുകളില്ലാതെ, ശരിക്കും ഭക്തിയിൽ വേണ്ടത് അതാണല്ലോ. ഹിന്ദുവിസം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വേർതിരിവുകളില്ലാതെ ഭക്തി അറിയാനാണ്. നമ്മളിപ്പോൾ കൃഷ്ണഭക്തയാണ് അല്ലെങ്കിൽ കൃഷ്ണഭക്തനാണ്, അതിൽ മാത്രം നിൽക്കുള്ളൂ, വേറൊന്ന് ആ ഒരു രീതിയിൽ നിന്ന് മാറണം. കാരണം പരമമായിട്ടും ഇതെല്ലാം ഒരേ ഊർജ്ജത്തിൻ്റെ പ്രതീകമാണ് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിൽ ആനന്ദത്തെ കുടിയിരുത്തിയിരിക്കുന്ന കുണ്ടലിനിയിലാണല്ലോ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ കുണ്ടലിനിയാണ് മൂകാംബിക. ആ പ്രദേശത്ത് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആനന്ദത്തിൻ്റെ തലങ്ങൾ, നമ്മൾ വിചാരിക്കുന്നതൊക്കെ സാധിക്കും. ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രശ്നവും കൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നതെന്ന് വിചാരിക്കുക. നമുക്കത് ഭഗവതിന് മുന്നിൽ പറയാൻ പോലും ചിലപ്പോൾ അവർ വന്നി ബന്നി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അമ്മയോട് പറയാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ അമ്മ അത് കേൾക്കുന്നുണ്ട്, അമ്മ അത് മനസ്സിലാക്കുന്നുണ്ട്. എനിക്കപ്പോൾ എന്താണ് വേണ്ടത് എന്ന് ഭഗവതിക്കറിയാം. മൂകാംബിക ദേവിയുടെ ഒരു വലിയ പ്രത്യേകത അതാണ്. അപ്പം എനിക്ക് വേണ്ടതെല്ലാം ആഗ്രഹിക്കും. എനിക്ക് എന്ത് വേണം, എനിക്ക് വീട് വേണം, കാറ് വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങൾ വരാമല്ലോ ഓരോ വ്യക്തിക്കനുസരിച്ച്. അപ്പോൾ ആ ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. പക്ഷെ ഭഗവതിക്കറിയാം, അമ്മയാണ് ഭഗവതി, അമ്മയ്ക്കറിയാം മക്കൾക്ക് എന്താണ് വേണ്ടത്, ശരിക്കും വേണ്ടത് എന്താണ്. മക്കൾ ആഗ്രഹിക്കുന്ന എല്ലാം നൽകുന്നതിലല്ല, അവർക്ക് ശരിക്കും എന്താണോ വേണ്ടത് അത് നൽകുന്നതിലാണ് യഥാർത്ഥ അനുഗ്രഹം. അതനുസരിച്ചാണ് അമ്മ തരിക. നമ്മൾ ചോദിക്കുന്ന എല്ലാം തരുകയല്ല, നമുക്ക് ഉചിതമായ ആവശ്യം എന്തോ, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ, നല്ല രീതിയിൽ ഉയർത്താൻ എന്താണോ ആവശ്യം അതാണ് അമ്മ തരാം. ഞാനിപ്പോ ചേച്ചിയോട് മൂകാംബിക ദേവിയെ പറ്റി ഒന്നും ചോദിച്ചില്ല, ചോദിക്കാതെയാണ് ചേച്ചി ഇത് പറഞ്ഞത്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ജയനാരായണജി എടുത്ത് ചെന്നപ്പോൾ ഞാൻ മറ്റൊരു വിഷയം സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി എനിക്ക് 4 എപ്പിസോഡിൽ മൂകാംബിക അമ്മയുടെ കഥയാണ് പുള്ളിക്കും അദ്ദേഹം പറഞ്ഞു തന്നത് ഈ ദിവസങ്ങളിൽ. അതൊരു നിയോഗം പോലെ. അതാ മൂകാംബിക അങ്ങനെയാണെന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് തീരാത്ത വിധം പറയുവാനുള്ള സാന്നിധ്യമാണത്, ചൈതന്യമാണത്. മോചിത ചേച്ചി, ഈ അമൃത TV-യിൽ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ടെലിവിഷൻ ജീവനക്കാരിയുണ്ട്, കൈരളി TV-യിലെ പ്രോഗ്രാം അവതാരകയായ ഒരു മോചിത. അവിടെ നിന്ന് ക്ഷേത്രങ്ങളിലൂടെ പോകുമ്പോൾ ഒരുപാട് അമ്മമാരുടെ മകളാകും, ഒരുപാട് സഹോദരന്മാരുടെ സഹോദരിയാവും, ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളെപ്പോലുള്ളവരെ വെറുതെ പരിചയപ്പെടുത്തുന്ന ഒരാളെന്ന നിലയിൽ ചിലരൊക്കെ എന്നെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ 1,00,000 പേരിൽ ഒരാൾ തിരിച്ചറിയും എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അപ്പം ഇതിനു മുമ്പുള്ള ജീവിതവും അതിന് ശേഷമുള്ള ജീവിതവും അതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുക? ഇതിന് മുൻപുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അമൃത TV-യിൽ നമ്മൾ ഒരു വളരെ യങ്ങായിരിക്കുമ്പോൾ ഉള്ള പ്രോഗ്രാം, അത് നമ്മളൊരു 20s അമൃത TV-യിൽ നമ്മൾ തുടങ്ങുന്ന പ്രോഗ്രാം. അത് എന്താ പറയുക, ഒരു 27 ഒക്കെ ആയപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ഒരു വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന ഒരു സ്വപ്നം ഒന്നും മനസ്സിലില്ല. എന്നെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടും എഴുതുക, നർത്തകിയാകുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ എഴുതുക എന്നുള്ളതാണ്, ധാരാളം എഴുതുക, ഒരു എഴുത്തുകാരിയായി അറിയപ്പെടുക. നമ്മൾ അറിയപ്പെടുക അല്ലെങ്കിൽ എന്താണ് ജീവിക്കുക, ഉപജീവന മാർഗം എന്ന് പറയുന്ന ഒരു നിരന്തരമായി നമ്മൾ നിലനിൽപ്പ് സമരം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ വിഷ്വൽ മീഡിയ അദ്ദേഹത്തിൻ്റെ മേഖലയാണ്. അദ്ദേഹമാണ് വിഷ്വൽ മീഡിയയിലെ ഹസ്ബൻഡാണ്. വിഷ്വൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എൻ്റെ മേഖല അതല്ല. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും എഴുതി കൊടുക്കുവാനുണ്ടെങ്കിൽ എഴുതി കൊടുക്കുക, എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക. അതിനപ്പുറത്തേക്ക് ടെലിവിഷനിലേക്ക് വരുന്നൊരു സംഗതി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ കൈരളി TV-യിൽ ഒരു വളരെ വളരെ കാഷ്വലായിട്ടുള്ള ഒരു സംസാരം നടക്കുന്ന സമയത്ത് പാർവതി ചേച്ചിയാണ് പറഞ്ഞത്, ഒരു പ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചുകൂടെയെന്ന്. അപ്പോൾ
അത് ഞാൻ വിചാരിച്ചു വേണ്ട, അത് എനിക്ക് ടെലിവിഷനിൽ ഒന്നാമത് നമുക്ക് അതിന് വേണ്ടുന്ന ഒരു രീതികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ജീവിത രീതികളൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതാണ്, മുഴുവൻ പുസ്തകങ്ങൾ വായന അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് കരുതി. എന്നാലും പല ചേച്ചി പറഞ്ഞു വെറുതെ ഒരു ദിവസം വരൂ, വന്നിട്ട് അവിടെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്, അവിടെ ഒന്ന് വന്നിട്ടൊന്ന് സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അന്ന് പക്ഷേ വന്നത് നമ്മുടെ മുണ്ടൂർ സാറാണ്, നോവലിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അദ്ദേഹം ആ സമയത്ത് മരുഭൂമിയിൽ പൂക്കാലം എന്ന് പറഞ്ഞിട്ട് സീരിയലിൻ്റെ ഒക്കെ, അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയും അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഞാൻ ആദ്യം പറയും, ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വായിക്കുകയോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് പോലെ അല്ല ഒരു ക്യാമറ ഓണായിരിക്കുമ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് ബോധേഡാണ്, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മൂകാംബിക യാത്ര പോകും. മൂകാംബിക യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ കൈരളിയിലെ ശുഭദിനം എന്ന് പറഞ്ഞ പ്രോഗ്രാം, അത് മോർണിംഗ് ഷോയുടെ ഒരു പാറ്റേൺ ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു മിക്കവാറും രാഷ്ട്രീയ ചർച്ചകളൊക്കെ ആയിരിക്കും കാലഘട്ടം. കൈരളിയുടെ ഏറ്റവും മികച്ച കാലഘട്ടം. അതെ അതെ അതെ, എവർഗ്രീനായി ഇന്നും എന്റെ കൗമാര കാലഘട്ടമാണ്. അതെ അതെ, വളരെ നല്ല. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, പണ്ടത്തെ കൈരളിയിൽ കുറെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. ശരിക്കും അത് അമൃതയുടെയും അതുപോലെ കേട്ടോ, അമൃതയുടെ കൈരളിയും കൈരളിയാണ് ആദ്യം ആ സമയത്ത് നന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഒരു 6-7 മാസമേ പ്രോഗ്രാം ചെയ്തുള്ളൂ, ഏർലി മോർണിംഗുള്ള ആ ഒരു ശുഭദിനം എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ടെലിവിഷനിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് അവിടെയുണ്ട്. എന്നാലും അത് ഒരു മോർണിംഗ് ഷോ അല്ലെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ ചെന്നിരിക്കുന്നു, നമ്മൾ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യണം. അവിടെ എന്ത് വിഷയം സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്കിലും അത് കുറെ കൂടി നമ്മൾ ഒരു സ്റ്റുഡിയോയ്ക്കകത്താണ് അവിടെ ചെന്നിരുന്ന് സംസാരിച്ച് വരുന്നതാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഉദയാമൃതത്തിൻ്റെ പദ്ധതികളൊക്കെ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സിന്ധു നദീതട സംസ്കാരം അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ അതുവരെയുള്ളതെല്ലാം ഇപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും മോർണിംഗ് ഷോയിൽ പറയുന്നത് മിക്കവാറും ഒക്കെ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ചിന്തിക്കാം, എത്രമാത്രം ഒരു പോസിറ്റീവ് മെസ്സേജ് ആൾക്കാരിലേക്ക് കൊടുക്കാം. ആ കാലഘട്ടത്തിലോട്ട് അന്ന് 2004 ആ കാലഘട്ടത്തിലൊന്നും അങ്ങനെ അല്ലായിരുന്നു പ്രോഗ്രാമുകളുടെ സ്വഭാവം. മാത്രമല്ല സ്റ്റുഡിയോകൾക്കകത്താണ് ഒരു പ്രഭാതം. ഈ പ്രഭാതം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സ്റ്റുഡിയോകൾക്ക് പുറത്തേക്ക് വരണം അല്ലേ, പുറത്താണ്. അങ്ങനെയാണ് ഒരു ഔട്ട്ഡോർ പ്രോഗ്രാം മോർണിംഗ് ഷോ എന്നുള്ള തോട്ട് തന്നെ വരുന്നത്. എനിക്ക് തോന്നുന്നു അമൃത ടിവിയിലാണ്. അന്നത്തെ കാലഘട്ടത്തിന് മറ്റൊരു വ്യത്യാസമുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ ഫോണിലാണ് നമ്മൾ പ്രഭാതം ആരംഭിക്കുന്നത്, അന്ന് ടിവിയിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെല്ലുന്നത്. അപ്പോൾ അമൃത ടി വി ആരംഭിക്കുമ്പോൾ അമ്മയുടെ ഒരു വിഷൻ അതിനകത്തുണ്ടല്ലോ, മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഒരു വിഷനുണ്ട്. അപ്പോൾ അമ്മയെ ആദ്യം കാണുന്നു, അമ്മ സംസാരിക്കുന്നു, അമ്മ പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഹസ്ബൻഡിനോടാണ് പറഞ്ഞത്, മോനെ ഈ പ്രോഗ്രാമിലൂടെ എല്ലാ മനുഷ്യരും എല്ലാ മക്കളും അമ്മയുടെ എല്ലാ മക്കളും അറിയണം ഈ ഭാരതത്തിൻ്റെ മഹത്വം എന്നാണ് അമ്മ പറയുന്നത്. അവിടെ നിന്നാണ് ആ സ്പാർക്ക് വരുന്നത്. ആ സ്പാർക്കിൽ നിന്നാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. എങ്ങനെയാണ് അപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളൊരു യാത്ര എന്നാണ് ആലോചിച്ചിട്ടാണ്. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങാം. അതാണ്. അപ്പോൾ ഒരു ആങ്കറിനെ വെക്കുന്നു. അപ്പം എനിക്കാണ് എഴുതാനാണല്ലോ താല്പര്യം. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരാളെ പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല. പ്രോഗ്രാമിൻ്റെ ഡേയ്സ് അടുത്തടുത്ത് വരുന്നു, ബാക്കിയുള്ള നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല, കറക്റ്റായിട്ടൊരാളെ നമുക്ക് കിട്ടുന്നില്ല. ഒന്നുകിൽ ഭാഷയിലെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ അല്ലാതെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രശ്നം വരും. ഏറ്റവും കൂടുതൽ അവസാന നിമിഷമാണ്, ഇനി വേറൊരു നിവൃത്തിയില്ല, നമുക്ക് ഇത് നമ്മൾ കമ്മിറ്റ് ചെയ്താണല്ലോ, ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയല്ലേ പറ്റുള്ളൂ എന്ന് വന്നപ്പോഴാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും പ്രസൻറ്റ് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നത്. അന്ന് ആദ്യത്തെ പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ഇന്നത്തെ പ്രശസ്ത ഛായാഗ്രാഹകനായിട്ടുള്ള സുജിത് വാസുദേവാണ്. സുജിത് വാസുദേവ് ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സുജിത് വാസുദേവും ഞാനും റജിയും കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തെ മിത്രാനന്തപുരം ക്ഷേത്രത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഉദയാമൃതം ആരംഭിക്കുന്നത്. അതാണ് ആദ്യത്തെ എപ്പിസോഡ്. അവിടെ നിന്ന് ചെയ്തു തുടങ്ങി. അപ്പോൾ അത് ഓക്കെ, അത് അങ്ങനെ നമുക്ക് ആ പ്രോഗ്രാം അതിൻ്റെ പാറ്റേൺ ഓക്കെയാണ്, ചെയ്തു തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഷൂട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആദ്യം കന്യാകുമാരിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഇത് ചെയ്ത് കന്യാകുമാരിലൊരു വളരെ വിശേഷമുള്ള കാര്യമുണ്ട്. നമ്മളതിൻ്റെ ഷൂട്ട് ആദ്യം തീരുമാനിച്ചിരുന്നത് ഡിസംബർ മാസം 2004 ഡിസംബർ മാസത്തിലാണ് ഷൂട്ട്. അപ്പോൾ കന്യാകുമാരിയിൽ നമ്മൾ കടൽ തീരത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നു. അന്ന് ഈ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ടെമ്പിൾ പ്രോഗ്രാം അല്ല. ടെമ്പിളിനെ കുറിച്ച് നമ്മൾ പറയുന്നു, ആ പറഞ്ഞുകൊണ്ടൊരു ബ്രേക്ക് എടുത്ത് വേറൊരു പ്രോഗ്രാം ഇതിനകത്ത് സ്പിരിച്വൽ, ഇപ്പോൾ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെയൊക്കെ സ്പീച്ച്, ശ്രീ PR നാഥൻ സാറിൻ്റെ സ്പീച്ച്, ഇതുപോലെ പലരുടെ, അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രശസ്തരായ വ്യക്തികൾ അവരുടെ പ്രഭാതങ്ങളെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കട്ടെ, എനിക്ക് ഇപ്പോൾ പറ്റുമോ എന്നറിയില്ല, ഞാൻ ശ്രമിക്കാം, ഞാൻ എന്നാണ് ഫ്രീ എന്നുള്ളത് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിസംബർ മാസത്തിൽ ഡിസംബർ 26-ന് അദ്ദേഹം തിരിച്ച് വിളിച്ചില്ല. അപ്പോൾ ഡിസംബർ 26 രാവിലെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ട് കന്യാകുമാരിയിൽ അവിടെ കടലിൻ്റെ തീരത്ത് നിന്ന് ആദ്യത്തെ എപ്പിസോഡിൻ്റെ ആങ്കറും വെച്ച് എടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് യാത്ര പുറപ്പെടണം. അപ്പോൾ ഇന്നിപ്പോൾ NDTV വർക്ക് ചെയ്യുന്ന മനു ആണ് അന്ന് അപ്പോഴത്തെ ക്യാമറമാൻ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, കന്യാകുമാരിയിലേക്ക് പോകാനായിട്ട് യാത്ര പുറപ്പെട്ടില്ല, തലേദിവസം തീരുമാനിക്കുകയാണ്. ഈ തലേദിവസം അടൂർ ഗോപാലകൃഷ്ണൻ സാറ് വിളിച്ചു പറയാണ്, ഞാൻ നാളെ അവൈലബിൾ ആണ്, നാളെ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അപ്പോൾ വിചാരിച്ചു പിന്നെ പെട്ടെന്ന് എല്ലാം അറേഞ്ച്ഡാണ്, എങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു സമയമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കന്യാകുമാരി യാത്ര ക്യാൻസൽ ചെയ്തിട്ട് നേരെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്തേക്ക് വന്നു. അതിൻ്റെ വീഡിയോ അന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു. ആ സമയത്ത് ഞങ്ങൾ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. വീഡിയോ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ബൈറ്റൊക്കെ എടുത്ത് നന്നായിട്ട് ഇതൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഫോൺസ് ഓൺ ചെയ്യുമ്പോൾ മഹാദുരന്തം കന്യാകുമാരിയിൽ സുനാമി വന്നിട്ട് 2004 ഡിസംബർ 26 ഞങ്ങൾ അവിടെ നിൽക്കേണ്ടതാണ്. സ്വാഭാവികമായും കടലിൽ പുറകിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു ആകാംക്ഷയായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അന്നേ അത് അവിടെ അവസാനിക്കേണ്ട യാത്രയാണ്. പക്ഷേ അന്ന് ഇതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് വിളിക്കുകയും ഇവിടേക്ക് വരികയും ചെയ്തിട്ട് അതൊരു പിന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെയാണ് അതിൻ്റെ യാത്ര ഒക്കെ. അങ്ങനെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. ഓരോരോ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലും അറിയില്ല പിന്നീട് പിന്നെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഓർക്കുന്നുണ്ടാവും എന്നറിയില്ല. പക്ഷേ അതൊരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അത് ഞാൻ ആ ഡേറ്റ് കൃത്യമായി ഓർത്തിരിക്കുന്നത് ഇതിന് 4 ദിവസം മുമ്പാണ് എൻ്റെ സഹോദരിയൊക്കെ ചെന്നൈയിൽ ബീച്ചിൽ അവിടെ ടൂറ് പോയിട്ട്, കോളേജിൽ നിന്ന് ടൂർ പോയിട്ട് തിരികെ എത്തി 4-ാം ദിവസമാണ് ദുരന്ത വാർത്ത വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചർച്ചയിൽ IG ശ്രീജിത്ത് സാർ ഈ അന്ന് കൊല്ലം SP ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു റീല് ഞാൻ കണ്ടു. ഇപ്പോഴും ആളുകൾക്ക് മറക്കാൻ പറ്റില്ല. അന്ന് എൻ്റെ അമ്മാവൻ ആ മേഖലയിലെ CPM-ന്റെ വലിയ പ്രവർത്തനം, DYFIയുടെ, അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് ഞാൻ ഈ ദുരന്തഭൂമിയിൽ പോയിട്ടുണ്ട്. അന്ന് ഈ IG ശ്രീജിത്ത് സാറ് ഒരു അംബാസഡർ കാറിൽ, പുള്ളിയുടെ തലയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, പുള്ളി വന്ന് ഇറങ്ങുന്നത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അത് കണക്ട് ചെയ്യാണ് ഞാൻ ഒരു റീല് കണ്ടപ്പോൾ. അന്ന് ഇദ്ദേഹം കിട്ടിയ വാഹനങ്ങളിൽ അവിടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിരിക്കുമ്പോൾ ഒരു അമ്മ വന്ന് ചോദിക്കുകയാണ്, സാറ് വലിയ പോലീസ് ഓഫീസർ അല്ലേ, സാറിന് ഈ സുനാമി തടയാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അത് കണ്ണു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്. അപ്പോൾ അന്ന് അവിടുത്തെ ഒരു കാഴ്ചകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കോറിയിട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് ഈ സംഭവം കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മളൊരു പൊളിറ്റിക്കൽ ചർച്ചയിൽ എന്തോ പറഞ്ഞപ്പോൾ ഈ വിഷയം ഞാൻ എടുത്ത് കൂട്ടി ചെയ്ത് സംസാരിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് ആ ഡേറ്റ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണ് ഈ പറയാൻ പോകുന്നത്. അയ്യോ, അതൊരു അപ്പോൾ തുടക്കം തന്നെ അവിടെ നിന്നൊരു രക്ഷപ്പെടലാണ്. പിന്നെ ഇങ്ങോട്ടാണ് യാത്രകൾ ഓരോന്നും. യാത്രാ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളാണ് കേട്ടോ, നിറയെ അനുഭവങ്ങൾ ഹിമാലയത്തിലേക്ക്. അല്ല, എൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എന്നറിയോ, അവിടെ നിന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സുപ്രഭാതത്തിൽ കൈരളിയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന മോചിത എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അത് ആ പ്രോഗ്രാമിലായിരിക്കും ചിലപ്പോൾ ബ്രാൻഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതിൽ വരുമ്പോൾ മോചിത ഒരു 10-20-50 എപ്പിസോഡ് ആകുമ്പോൾ ഒരു കുടുംബാംഗവും, രാവിലെ എഴുന്നേറ്റ് ഒരു ചായ ഇട്ട് വരുന്ന ഒരു വീട്ടമ്മ, ഒരു പത്രം എടുത്തിരിക്കുന്ന ഒരാൾ ഒക്കെ ഈ ചാനൽ കാണുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയാൻ കാര്യം, എൻ്റെ ക്ഷേത്രത്തിൽ താങ്കൾ ഒരിക്കലും ഒരു പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഞങ്ങളുടെ ക്യാമറ ക്രൂവിലുണ്ടായിരുന്ന വിനോദ് വിളിച്ചിട്ട്. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മിറ്റിയിൽ, എന്തിനാണ് ഇവരെ ഈ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്? കാര്യം എൻ്റെ മനസ്സിലെന്താ, ഞാനന്ന് മാധ്യമ പ്രവർത്തകനാകാൻ വേണ്ടി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചിട്ട് ആവാൻ പറ്റാത്തൊരു ഫ്രസ്ട്രേഷൻ നടക്കുന്ന സമയമാണ് എൻ്റെത്. മാധ്യമ പ്രവർത്തകയാണ്, ഒരു അവതാരകയാണ്, അല്ലാതെ എന്തിനാണ് പുള്ളിക്കാരെ വിളിച്ചിട്ട് ഈ പൊങ്കാലയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിപ്പിക്കുന്നത്? ഞാൻ അന്ന് ചോദിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ആ കാലം ഇന്ന് നമ്മൾ എവിടേക്കും ഇരുത്തുന്നു എന്നുള്ളത് മറ്റൊരു കാലത്തിന്റെ നിയോഗമാണ്. അപ്പം താങ്കളെ ആ ഒരു സ്പേസിൽ കാണുന്നൊരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് മുമ്പത്തെ ഉത്സവത്തിനും താങ്കളുടെ പേര് പൊങ്കാല ഉത്സവത്തിന് അവിടെ വന്നതാണ്. എന്തോ അസൗകര്യം കൊണ്ടാണ് മാറിപ്പോയത്. അപ്പൊ ജനങ്ങള് ഒരു ഈ കുട്ടി ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മുടെ ഒരു കുടുംബാംഗമാണ് എന്ന തോന്നലുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോഴും സ്പിരിച്വാലിറ്റിയുടെ ഒരു അറിവും ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു ജീവിതക്രമം ഇല്ലാത്ത ആളാണെന്ന് കൃത്യമായി എനിക്കറിവുണ്ട്. പക്ഷെ പലരും എന്നെ കാണുന്നത് അങ്ങനെയല്ല.